സോ മൊഡ്യൂൾ 4 ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മൊഡ്യൂൾ 4 ഗ്രാം-സ്മിത്ത് ഓർത്തോഗണൽ പ്രൊസീജിയറാണ്. ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ. സോ ഈ ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ is used to construct a set of orthonormal basis function. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. ഈ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? 5(1), 5(2), 5(3) അതാണ്. സോ ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് is used to construct a set of orthonormal basis function from a given set of finite signal waveform. നമുക്ക് ക്വസ്റ്റ്യനിൽ കുറച്ച് സെറ്റ് ഓഫ് സിഗ്നൽസ് തന്നിട്ടുണ്ടാവും. S1 S2 S3 S4 എന്നൊരു ഒരു സെറ്റ് ഓഫ് സിഗ്നൽസ് തന്നിട്ടുണ്ടാവും. സോ ആ ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് അല്ല ഫൈനൈറ്റ്, നമുക്ക് അതിന് ഡ്യൂറേഷൻ പറയുന്നത് ഫൈനൈറ്റ് സിഗ്നൽ വേവ് ഫോമിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വി കൺസ്ട്രക്ട് എ സെറ്റ് ഓഫ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ. അതായത് ആ തന്ന സിഗ്നലിനകത്ത് നിന്ന് വി കൺസ്ട്രക്ട് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ 5(1), 5(2), എക്സെട്ര അപ് ടു 5(n). ആ ഒരു പ്രൊസീജിയർ, അതായത് കൺസ്ട്രക്ഷൻ പ്രൊസീജിയറിനെയാണ് വി കോൾ ആസ് ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ. സോ ഒന്നുകൂടി പറയാണ്, ഈ ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബേസിക്കലി ഒരു സ്റ്റെപ്സ് ആണ്. ഈ സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? വി കൺസ്ട്രക്ട് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് 5(1), 5(2), 5(3) എന്ന ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും ലൈക്ക് ഫ്രം എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് സിഗ്നൽ വേവ് ഫോം. നമുക്ക് ക്വസ്റ്റ്യനിൽ കുറച്ച് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിഗ്നൽ വേവ് ഫോം തന്നിട്ടുണ്ടാവും. ആ ഫൈനൈറ്റ് സിഗ്നൽ വേവ് ഫോമിനകത്തുനിന്ന് നമ്മൾ കുറച്ച് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന പ്രൊസീജിയറാണ് ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ. നമ്മളിവിടെ കൺസിഡർ ചെയ്യാം, ലൈക്ക് കൺസിഡർ എ സെറ്റ് ഓഫ് എം റിയൽ വാല്യൂഡ് എനർജി സിഗ്നൽ. സോ ഇവിടെ എം റിയൽ വാല്യൂഡ് എനർജി സിഗ്നൽ കൺസിഡർ ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി S1, S2, എക്സെട്ര അപ് ടു Sm. ഇതാണ് നമ്മളെ എനർജി സിഗ്നൽ, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സിഗ്നൽ വേവ് ഫോം. And the Gram-Smith orthogonalization procedure is to find a complete set of orthonormal basis function. ഈ ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ ഫസ്റ്റ് ലൈനിനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത രീതി പറയുന്നതേ ഉള്ളൂ. അപ്പം ഈ ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് what we find a complete set of orthonormal basis function. നമ്മളൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഇസ് നമുക്കതിനെ എങ്ങനെ കംപ്ലീറ്റ് സെറ്റിനെ എങ്ങനെ എഴുതാം? ലൈക്ക് വി കൻ എക്സ്പ്രസ് 5J എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഈ ജെന്റെ വാല്യൂ എവിടുന്ന് മുതൽ എവിടം വരെ എത്തുക? 1 മുതൽ n വരെ വേരി ചെയ്യും. അതായത് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷന്റെ റേഞ്ച് 1 മുതൽ n വരെയും റിയൽ വാല്യൂഡ് എനർജി സിഗ്നലിന്റെ റേഞ്ച് 1 മുതൽ m വരെയും. സോ നമുക്ക് കിട്ടുന്ന ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് n നമ്പർ ഉണ്ട്. ആ n നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ എനർജി സിഗ്നൽ, നമ്മുടെ സിഗ്നൽ വേവ് ഫോമിനെക്കാട്ടി ലെസ് ദാൻ ഓർ ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പം S1, S2, S3, S4 എന്ന് പറഞ്ഞിട്ട് 4 സിഗ്നൽ ഉണ്ട്. ദെൻ നമുക്ക് 5(1), 5(2), 5(3), 5(4) വരെ പോവാം. 5 ഈ പറഞ്ഞ സിഗ്നൽസിന് കാണേണ്ട ആവശ്യമില്ല. അത് 5(1), 5(2), 5(3) ചിലപ്പോൾ 5(4) 0 ആവാം. അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം എന്നിന്റെ വാല്യൂ എത്രയാ? അവിടെ എന്നിന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി 3 ആയി. അതായത് ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ബേസിക്കലി എത്ര സിഗ്നൽസ് ഉണ്ടായിരുന്നു? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഇന്നലെ നമ്മൾ എത്ര സിഗ്നൽസ് എടുത്തേ, കൺസിഡർ ചെയ്തേ? ഇന്നലത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറ. ഓക്കെ, 4 സിഗ്നൽസ് ആയിരുന്നു ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യനിൽ എടുത്തേ. നമുക്ക് ആൻസർ കിട്ടിയ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ എത്രയായിരുന്നു? ഏതൊക്കെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടായേ? 5(1)ക്ക് വാല്യൂ ഉണ്ടായിരുന്നു, 5(2)ക്ക് വാല്യൂ ഉണ്ടായിരുന്നു, 5(3)ക്ക് വാല്യൂ ഉണ്ടായിരുന്നു, 5(4)ന്റെ വാല്യൂ എത്ര വന്നത്? 0 ആണ് വന്നത്. അപ്പൊ അവിടെ എന്നിന്റെ വാല്യൂ എത്രയാ? 3. ഓക്കെ, എന്നിന്റെ വാല്യൂ 3 ആണ്. സോ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതായത് n എന്ന് പറഞ്ഞാൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. സോ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ചില കേസിൽ ഇപ്പം S1 5 ഇന്നലത്തെ കേസിൽ തന്നെ ചിലപ്പോൾ 5(4)ക്ക് വാല്യൂ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താ 4 ഈക്വൽ ടു 4 എന്നുള്ള കണ്ടീഷന് വരിക. സോ ബേസിക്കലി ഇതാണ് കണ്ടീഷൻ, ദാറ്റ് ഇസ് n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. സോ ഇവിടെ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ബേസിസ് ഫംഗ്ഷൻ വെച്ച് എന്താ? ഇറ്റ് റെഫറൻസ് ആക്സിസ് ഫോർ റെപ്രസെന്റിംഗ് സിഗ്നൽ. അതൊരു റെഫറൻസ് ആക്സിസ് ആണ് ഫോർ റെപ്രസെന്റിംഗ് സിഗ്നൽ. സോ നമുക്ക് ഈ ഗ്രാഫ് താഴെ നോക്കുന്ന ഗ്രാഫാണ് നമുക്ക് കാണാം. 5(1) ഈ എക്സ് ആക്സിസിൽ എടുത്തിട്ടുണ്ട്,
ഫൈവ് ടു ഓഫ് ടി ഈ വൈക്ക് ആക്സിസിൽ എടുത്തിട്ടുണ്ട്. സോ ഈ 5 ഓഫ് ടിയും 5 ഓഫ് ടിയും ഇവിടെ എന്താ, ഈ സിഗ്നൽ നമുക്കിവിടെ കാണാം 3 സിഗ്നൽ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. S1 ഓഫ് ടി, S2 ഓഫ് ടി, S3 ഓഫ് ടി നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. S1, S2, S3 3 സിഗ്നൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ 3 സിഗ്നലിനെയും പ്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റെഫറൻസ് ആക്സിസ് ആണ് ബേസിക്കലി ഈ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 5 ഓഫ് ടിയും 5 ഓഫ് ടി ആണ് ഇവിടുത്തെ ബേസിസ് ഫംഗ്ഷൻ. സോ ഈ ബേസിസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഇറ്റ്സ് റെഫറൻസ് ആക്സിസ് ഫോർ റെപ്രസെന്റിംഗ് ദ സിഗ്നൽ. ആൻഡ് ഓർത്തോനോമൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ, മുന്നേ ഇത് നിങ്ങൾ തിയറിയിൽ എഴുതിയിട്ടുണ്ട്. ഓർത്തോനോമൽ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ടു ഫംഗ്ഷൻസ് ആർ സെറ്റ് ടു ബി ഓർത്തോനോർമൽ if they are orthogonal. If they are orthogonal and each function normalized to have unit energy. ഇത് ഓർത്തോഗണലും ആണ്, അതേപോലെ തന്നെ ഇത് യൂണിറ്റ് എനർജിയും ഉണ്ട്. അതായത് ഇപ്പം 5 ഓഫ് ടിയും 5 ഓഫ് ടിയും നോൺ ഓവർലാപ്പിംഗ് ആണെങ്കിൽ നമ്മൾ 5 ഓഫ് ടി പ്ലോട്ട് ചെയ്തു, 5 ഓഫ് ടി പ്ലോട്ട് ചെയ്തു, ഇവരെ രണ്ടിന്റെയും റേഞ്ച് ശ്രദ്ധിക്കുക. ഈ റേഞ്ച് നോൺ ഓവർലാപ്പിംഗ് ആണെങ്കിൽ, അതായത് രണ്ട് 5 ഓഫ് ടി 5 ഓഫ് ടി കംപ്ലീറ്റ്ലി നോൺ ഓവർലാപ്പിംഗ് ആണെങ്കിൽ അതിന് ഓർത്തോഗണൽ എന്ന് പറയും. ഇനി ഈ ഓർത്തോഗണലായി ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ 5 ഓഫ് ടിന്റെ എനർജിയും യൂണിറ്റ് എനർജി ആയിരിക്കും. അതായത് എനർജി എന്ന് പറയുന്നത് 1 വാല്യൂ നമുക്ക് 1 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യണം. ഇനി 5 ഓഫ് ടിന്റെ എനർജിയും വാല്യൂ നമ്മൾ 1 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അതിന് യൂണിറ്റ് എനർജി ഉണ്ട്. ഓരോ ബേസിസ് ഫംഗ്ഷനും യൂണിറ്റ് എനർജി ഉണ്ട്. അതേപോലെ തന്നെ ഓരോ എന്താ പറയുക ഓർത്തോ ബേസിസ് ഫംഗ്ഷനും ഓർത്തോഗണലും ആണ്. സോ ഓർത്തോഗണലും ആണ് ആൻഡ് ദെൻ യൂണിറ്റ് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അതിന് ഒരു ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയാം. സോ ഇവിടെ നമ്മൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തേ ഉള്ളൂ. 5 5 ബേസിസ് ഫംഗ്ഷൻ ആണ്. ഈ ബേസിസ് ഫംഗ്ഷൻ ഒരു റെഫറൻസ് ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് 3 സിഗ്നൽസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഈ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എമ്മിന്റെ വാല്യൂ 3 ആണ്, കാരണം 3 സിഗ്നൽസ് ഉണ്ട്. ഇവിടെ എന്നിന്റെ വാല്യൂ ആണ് 2. എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ് എഴുതിയതിൽ. സോ ഇനി നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്സിലേക്ക് പോവാം. എന്നാലും നമ്മൾ ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ പ്രൊസീജിയർ ആണ്, ഇതൊന്ന് ജനറൽ ആയി എഴുതിയേ ഉള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫൈൻഡ് ദ ഫസ്റ്റ് ബേസിസ് ഫംഗ്ഷൻ. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫൈൻഡ് ദ ഫസ്റ്റ് ബേസിസ് ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ബേസിസ് ഫംഗ്ഷൻ കാണാനുള്ള ഫോർമുല ഇതാണ്. ദാറ്റ് ഇസ് 5 ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 ഓഫ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് T1. S1 ഓഫ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് T1. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പ്രീവിയസ് ക്ലാസ്സിൽ ഇതിലൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതിന്റെ പ്രൊസീജിയർ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഹിയർ E1 എന്ന് പറഞ്ഞ എനർജി ഓഫ് ദ സിഗ്നൽ ആണ്. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഓഫ് ദ സിഗ്നൽ ആണ്. സോ S1 ഓഫ് ടിന്റെ എനർജി ആണ് ദിസ് E1. സോ അതിന്റെ എനർജി കണ്ട ഫോർമുല എന്താ, 0 to t S1 ഓഫ് ടി ദ ഹോൾ സ്ക്വയർ dt. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. S1 ഓഫ് ടി എന്ന് പറഞ്ഞാൽ S11 into 5 ഓഫ് ടി പാർട്ട് ചെയ്താൽ അപ്പൊ S11 ഉദ്ദേശിക്കുന്നത് പ്രൊജക്ഷൻ ഓഫ് സിഗ്നൽ X1 ഓഫ് ടി ഓൺ 5 ഓഫ് ടി. അതായത് ഇപ്പം പ്രീവിയസ് കേസ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ S1ന്റെ, അതായത് ഇതാണ് സിഗ്നൽ S1ന്റെ പ്രൊജക്ഷൻ ഓൺ 5 ഓഫ് ടി. 5 ഓഫ് ടിയിൽ S1ന്റെ പ്രൊജക്ഷൻ എവിടെയുള്ളത്, അതാണ് ഈ പറഞ്ഞ S11 ഉദ്ദേശിക്കുന്നത്. ഇനി S21 ആണെങ്കിൽ S2ന്റെ പ്രൊജക്ഷൻ, അതായത് ഇപ്പൊ ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ S2 ഇതാണ്, S2ന്റെ പ്രൊജക്ഷൻ ഓൺ 5 ഓഫ് ടി. സോ ഇവിടെ S11 ആണ്. സോ S1ന്റെ പ്രൊജക്ഷൻ, സിഗ്നൽ S1ന്റെ പ്രൊജക്ഷൻ ഓൺ 5 ഓഫ് ടി വിച്ച് ഇസ് റൂട്ട് T1. ആൻഡ് 5 ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, 5 ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ആണ് വിത്ത് യൂണിറ്റ് എനർജി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 5 ഓഫ് ടി കാണലാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 5 ഓഫ് ടി. സോ പ്രൊജക്ഷൻ ഓഫ് S2 ഓഫ് ടി ഓൺ 5 ഓഫ് ടി. ഈ 5 ഓഫ് ടി കാണണമെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു G2 ഓഫ് ടി എന്ന് പറഞ്ഞ ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ നമുക്ക് ആദ്യം കാണണം. G2 ഓഫ് ടി എന്ന് പറഞ്ഞ ഇവിടെ G2 ഓഫ് ടി എന്ന് പറഞ്ഞ ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ നമുക്ക് ആദ്യം കാണണം. അപ്പൊ G2 ഓഫ് ടി എഴുതുന്ന ഫോർമുല എന്തായിരുന്നു? G2 ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S2 ഓഫ് ടി മൈനസ് S21 5 ഓഫ് ടി. ഇതാണ് G2 ഓഫ് ടി എഴുതേണ്ടത്. സോ 5 ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതാം? G2 ഓഫ് ടി ഡിവൈഡഡ് ബൈ G2 ഓഫ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് 0 to t G2 ഓഫ് ടി ദ ഹോൾ സ്ക്വയർ dt എന്ന് പറഞ്ഞിട്ട് എഴുതാം.
സോ ഇന്നലത്തെ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് ഇത് ജസ്റ്റ് ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നണം എന്നുണ്ട്, ചിലപ്പോൾ തോന്നാം. അപ്പം ഈ ഒരു നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഹിസ്റ്ററി, മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞ ആരെങ്കിലും ഒരാള്, ഗേൾസ്. എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? സ്റ്റെപ്സ് ഇന്നലെ ചെയ്ത അതേ പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് വെച്ച് കമ്പയർ ചെയ്താൽ ഈ സ്റ്റെപ്സ് മനസ്സിലാവും. സോ I2 ഓഫ് ടിന്റെ ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി സിമിലർലി φ3 ഓഫ് ടി കണ്ടെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെ. നമ്മൾ ഇന്റർമീഡിയറ്റ് കണ്ടുപിടിക്കണം. φ1 ഓഫ് ടിക്ക് മാത്രമേ ഈ ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനുള്ളൂ. ബാക്കി എല്ലാത്തിനും നമ്മൾ ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ദാറ്റ് ഇസ് G3 ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് S3 ഓഫ് ടി എടുക്കുന്നത്, പിന്നെ S31 φ1 ഓഫ് ടി മൈനസ് S32 φ2 ഓഫ് ടി. G4 ഓഫ് ടിന്റെ കേസിൽ എങ്ങനെ വരിക? S4 ഓഫ് ടി മൈനസ് S41 φ1 ഓഫ് ടി മൈനസ് S42 φ2 ഓഫ് ടി മൈനസ് S43 φ3 ഓഫ് ടി. ഇനി ഇതിന്റെ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ നമുക്ക് ഇതിപ്പം φ3 വരെ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇനി φ4 φ5 അങ്ങനെ കണ്ടുപിടിക്കുന്ന കേസിൽ ഇതാണ് ജനറൽ ഇക്വേഷൻ. ഈ സ്റ്റെപ്പ് 4 ജനറലൈസ്ഡ് ആയിട്ട് നമ്മൾ എഴുതുന്നതാണ്. അതായത് ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ GI ഓഫ് ടി നമുക്ക് ഇങ്ങനെ എഴുതാം, SI ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് ഇവിടെ ഇപ്പം G3 ആണെങ്കിൽ ഐന്റെ അടുക്ക 3 വരും, S3ന്റെ അടുക്ക SIന്റെ അടുക്ക S3 വരും. ഇനി ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്റെ വാല്യൂ, അതായത് ഈ φ1 φ2 φ3 ആ പോകുന്ന ജെന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 1 to I-1. 1 to I-1. ഇപ്പം ഐന്റെ വാല്യൂ ഇവിടെ 3 ആണെങ്കിൽ ജെന്റെ വാല്യൂ എത്ര വരെ പോകും? 1 to 2 വരെ പോകും. അതായത് ഇപ്പം G3 ഓഫ് ടി എന്ന കേസ് ആണെങ്കിൽ ഐന്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്യും ജെന്റെ വാല്യൂ. എപ്പോഴും ഐന്റെ വാല്യൂനെക്കാട്ടി ഒരു വാല്യൂ ലെസ് ആയിരിക്കും ജെന്റെ വാല്യൂ. ദാറ്റ് ഈസ് ഇപ്പൊ ഇവിടെ നമ്മൾ G3 ഓഫ് ടി എഴുതുന്നുണ്ടെങ്കിൽ അതിപ്പോ I ഈക്വൽ ടു 3 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? G3 ഓഫ് ടി ഇസ് ഈക്വൽ ടു S3 ഓഫ് ടി മൈനസ് J ഈക്വൽ ടു 1 to 3 മൈനസ് 1, ദാറ്റ് ഇസ് 2. അപ്പൊ 1 to 2 വരെയാണ് ഈ ജെന്റെ വാല്യൂ പോകുന്നത്. അപ്പൊ നമുക്ക് SIJനും φJക്കും അങ്ങനെ 1 മുതൽ 2 വരെ ജെന്റെ വാല്യൂ നമുക്ക് മാറ്റി കൊടുക്കാം. ഐന്റെ വാല്യൂ 1 മുതൽ 3 വരെ പോകും. സോ അതാണ് ഈ ആ ജനറലൈസ്ഡ് ഇക്വേഷൻ ആണ്, ഇന്റർമീഡിയറ്റ് ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ SIJന്റെ ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി തിയറിയിൽ എഴുതിയിട്ടുള്ളതാണ്. SIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to t SI ഓഫ് ടി ഇൻറ്റു φJ ഓഫ് ടി ആണ്. ആൻഡ് ദിസ് φI ഓഫ് ടിന്റെ വാല്യൂ ഇതും ജനറലൈസ്ഡ് ഫോർമുല ആണ്. GI ഓഫ് ടി ഡിവൈഡ് ബൈ ഇന്റഗ്രൽ under root 0 to t GI of t the whole square dt. സോ ഇത്രയാണ് ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം നോക്കുവാണെങ്കിൽ ഈ ഗ്രാഫ് നിങ്ങൾ ആദ്യം പെട്ടെന്ന് വരച്ച് ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്യുക, ഇത് ഈ ഗ്രാഫ് ഒന്ന് വരക്കാം. ഗ്രാഫ് മാത്രം വരച്ചു വെക്കുക. വരച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയണേ. Find the orthonormal basis function. Find the orthonormal basis function to represent 3 signal S1 of t, S2 of t and S3 of t. 3 സിഗ്നൽ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത് ഈ ഗ്രാം സ്മിത്ത് ഓർത്തോഗണൽ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്, ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള സിഗ്നൽ വേവ് ഫോമിൻ്റെ അകത്തുനിന്ന് ഈ പറഞ്ഞ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ്. അതായത് φ1 ഓഫ് ടി ഇവിടെ സ്റ്റെപ്പ് 1 കാണിച്ചിരിക്കുന്നുണ്ട്, കാൽക്കുലേറ്റ് φ1 ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ഈ പറഞ്ഞ ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തല്ല ആരും? ബോയ്സ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ആദിൽ, ഷീസ്, ആദിൽ, വൈഷ്ണവ്,
വൈഷ്ണവ്, അക്ഷയ്, ഓക്കെ. സോ നമുക്കിവിടെ 3 സെറ്റ് ഓഫ് സിഗ്നൽസ് തന്നിട്ടുണ്ട്. ഡൊമിനിക് ഉണ്ടല്ലേ? ഡൊമിനിക് ഇല്ലേ? ഡൊമിനിക്, ഓക്കെ. സോ അശ്വിൻ ഉണ്ടോ? അശ്വിൻ, ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ്. ദാറ്റ് ഈസ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ 3 സിഗ്നൽസ്, S1 ഓഫ് ടി, S2 ഓഫ് ടി, S3 ഓഫ് ടി എന്ന് പറഞ്ഞ 3 സിഗ്നൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് φ1 ഓഫ് ടി ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് 1 നോക്കുക. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കാൽക്കുലേറ്റ് φ1 ഓഫ് ടി. φ1 ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? നമുക്ക് അറിയാം φ1 ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും S1 ഓഫ് ടി ഡിവൈഡ് ബൈ √T1. ഇതാണ് φ1 ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല. അതിൽ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ S1 ഓഫ് ടി. ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, ഇതാണ് നമ്മൾ S1 ഓഫ് ടി, അതായത് ഈ ഒരു സിഗ്നൽ, ഇതാണ് നമ്മൾ S1 ഓഫ് ടി. സോ E1 ഉദ്ദേശിക്കുന്നത് എനർജി ഓഫ് ദിസ് S1 ആണ്, അതായത് ഈ ഒരു സിഗ്നലിന്റെ എനർജിയാണ്. സോ ആ സിഗ്നലിന്റെ എനർജി കണ്ടുപിടിക്കാനാണ് E1. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to t. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ S1 ഓഫ് ടിന്റെ റേഞ്ച് എവിടെ മുതൽ എവിടം വരെയാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0 മുതൽ 1 വരെയാണ്. ഇവിടെ മാർക്ക് ചെയ്യാം 0 മുതൽ 1 വരെ. 0 to ഇത് 0 ആണ്, യെല്ലോയിൽ മാർക്കറ്റിൽ 0 മുതൽ 1 വരെയാണ് ഇതിന്റെ റേഞ്ച്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ എവിടെ മുതൽ എവിടം വരെ എഴുതാം? E1ന്റെ എനർജി 0 to 1 S1 ഓഫ് ടി ദ ഹോൾ സ്ക്വയർ dt എന്ന് പറഞ്ഞിട്ട് എഴുതാം. എനർജി ആയതുകൊണ്ട് തന്നെ. സോ 0 to 1 വരെ ഇതിന്റെ വാല്യൂ എത്രയാ? S1ന്റെ വാല്യൂ 2 ആണ്. സോ ഇവിടെ എന്ത് വന്ന്? ഇവിടെ 0 to 1 ഇന്റഗ്രൽ 0 to 1 2 സ്ക്വയർ S1 ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ആണ്. സോ 2 സ്ക്വയർ dt. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടി 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 into 1 minus 0 that is 4j. ജൂൾ ഉദ്ദേശിക്കുന്ന എനർജി ഡിനോട്ട് ചെയ്തേ ഉള്ളൂ. സോ 4j നമുക്ക് ഇതിന്റെ എനർജി കിട്ടി. എനർജി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഈസി അല്ലേ? E1ന്റെ വാല്യൂ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E1ന്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? therefore φ1 ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 ഓഫ് ടി ഡിവൈഡഡ് ബൈ √T1. സോ E1ന്റെ വാല്യൂ 4 ആണ് കിട്ടി. അപ്പൊ √4 എന്ന് ഉദ്ദേശിക്കുമ്പോൾ S1 ഓഫ് ടി ഡിവൈഡഡ് ബൈ √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ S1 ഓഫ് ടി ഡിവൈഡഡ് ബൈ 2. സോ അതാണ് നമ്മുടെ φ1 ഓഫ് ടി. S1 ഓഫ് ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ φ1 ഓഫ് ടി. അപ്പൊ നമുക്ക് φ1 ഓഫ് ടി എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന S1 ഓഫ് ടി ഈ സാധനത്തിന് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? റേഞ്ച് ഒന്നും മാറുന്നില്ല, 0 to 1 തന്നെയാണ് അതിന്റെ റേഞ്ച്. പക്ഷെ അതിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ലെവലിൽ കുറയും. ആംപ്ലിറ്റ്യൂഡ് ലെവൽ 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1 ആയി. സോ φ1 ഓഫ് ടി പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് 0 to 1 ആണ് റേഞ്ച്, പക്ഷെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 2 ഡിവൈഡഡ് ബൈ 2 ആയതുകൊണ്ട് 1 ആയി മാറി. ഇതാണ് നമ്മൾ φ1 ഓഫ് ടി. ഇത്രയും മനസ്സിലായനോ ഡൊമിനിക്? ഓക്കെ, ഇത് മനസ്സിലായിട്ട് ജസ്റ്റ് ഒന്ന് ഇത് വരച്ചൊന്ന് ചെയ്ത് നോക്കുക, അന്നേരം ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് അപ്പൊ φ1 ഓഫ് ടി നമുക്ക് കിട്ടി, നമ്മൾ പ്ലോട്ട് ചെയ്തു. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു S2 ഓഫ് ടി. ഇനി ആദ്യം S1 ഓഫ് ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള φ1 ഓഫ് ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് S2 ഓഫ് ടി കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമ്മൾ φ2 ഓഫ് ടി പ്ലോട്ട് ചെയ്യും. പിന്നെ S3 ഓഫ് ടി കൺസിഡർ ചെയ്യാം. പിന്നെ φ3 ഓഫ് ടി പ്ലോട്ട് ചെയ്യും. ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റെപ്പിന്റെ പ്രൊസീജിയർ ഇങ്ങനെ പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റെപ്പ് 2, that is to calculate φ2 of t. φ2 of t മുതലാണ് നമ്മൾ ഈ പറഞ്ഞ ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് φ2 of t യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ ആണ് G2 of t എന്ന് പറയുന്നത്. G2 of t. സോ ഈ G2 of t കാണേണ്ട ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം S2 of t മൈനസ് ഇവിടെ ഐന്റെ വാല്യൂ 2 ആണ്. സോ ജെന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താവും? ജെന്റെ വാല്യൂ
i മൈനസ് 1 വരെയാണ് റേഞ്ച് ചെയ്യുക. അപ്പം i മൈനസ് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 വരെ. സോ നമ്മളെ ഇക്വേഷൻ ജസ്റ്റ് നോക്കുവാണെങ്കിൽ g2 ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ s2 ഓഫ് ടി മൈനസ് s21 ϕ1 ഓഫ് ടി, s21 ϕ1 ഓഫ് ടി. സോ ഈ ഒരു ഇക്വേഷൻ ആണ് g2 ഓഫ് ടിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇതിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ g2 ഓഫ് ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷനിൽ ഓരോ കോമ്പൗണ്ടിലേക്ക് നോക്കാം. g2 ഓഫ് ടി കാണണമെങ്കിൽ s2 ഓഫ് ടി അറിയണം. s2 ഓഫ് ടിന്റെ ഗ്രാഫ് നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയില്ലേ, ഇതാണ് s2 ഓഫ് ടി. ഈ ഗ്രാഫ് നമുക്കറിയാം, s2 ഓഫ് ടി നമുക്കറിയാം. നെക്സ്റ്റ് കാണേണ്ടതാണ് s21 ഇൻറ്റു ϕ1 ഓഫ് ടി. സോ ϕ1 ഓഫ് ടി എന്താണെന്ന് നമ്മൾ പ്ലോട്ട് ചെയ്തു ഇല്ലേ. ϕ1 ഓഫ് ടി എന്താണെന്നുള്ളത് നമ്മൾ ഈ റെഡ് കാണിച്ചിരിക്കുന്നതാണ് ϕ1 ഓഫ് ടി, അത് നമ്മൾ പ്ലോട്ട് ചെയ്തു. സോ ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് s2 ഓഫ് ടി അറിയാം, ϕ1 ഓഫ് ടി അറിയാം. നമുക്ക് അറിയാത്തത് എന്ത് മാത്രം? നമുക്ക് അറിയാത്തത് s21 മാത്രം. s21 മാത്രമാണ് നമുക്ക് അറിയാത്തത്, അൺനോൺ ആയിട്ടുള്ളത്. സോ s21 കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. s21 എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 ടു ടി s2 ഓഫ് ടി ഇൻറ്റു ϕ1 ഓഫ് ടി ഡി ടി, s2 ഓഫ് ടി ഇൻറ്റു ϕ1 ഓഫ് ടി ഡി ടി. സോ s2 ഓഫ് ടി ഇതാണ്, ϕ1 ഓഫ് ടി ഇതാണ്. സോ ഇതിന്റെ രണ്ടിന്റെയും കോമൺ റേഞ്ച് ഏതാ? ഇതിന്റെ രണ്ടിന്റെയും കോമൺ റേഞ്ച് നോക്കുക. s2 ഓഫ് ടി ഇതാണ്, ഈ കാണിച്ചിരിക്കുന്നതാണ്. ϕ1 ഓഫ് ടി ഇതാണ്. സോ ഇതിന്റെ രണ്ടിന്റെയും കോമൺ റേഞ്ച് ഏതാ? s2 ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ടു 2 വരെ റേഞ്ച് ചെയ്യുന്നുണ്ട്. ϕ1 ഓഫ് ടി എന്ന് പറഞ്ഞാൽ 0 ടു 1 വരെ. സോ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏത് റേഞ്ചാ? ആരെങ്കിലും പറഞ്ഞേ? 0 ടു 1. അതെ, കറക്റ്റ്. 0 ടു 1 ആണ് കോമൺ റേഞ്ച്. അപ്പം 0 ടു 1 വരെ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് അതിന്റെ കോമൺ വാല്യൂ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എവിടെ ചെയ്യുന്നു? s2 ഓഫ് ടി ഇൻറ്റു ϕ1 ഓഫ് ടി ആണ്. സോ s2 ഓഫ് ടി 0 ടു 1 വരെ -4 ആണ് വാല്യൂ. ഇനി s1 ഓഫ് ϕ1 ഓഫ് ടിയിൽ 0 ടു 1 വരെ +1 ആണ് വാല്യൂ. സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു? -4, അതായത് -4 ഇൻറ്റു 1 ചെയ്തു, ദാറ്റ് ഇസ് -4. സോ അതിന്റെ s21ന്റെ വാല്യൂ -4 ആണ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ പറഞ്ഞ s2 ഓഫ് ടിന്റെ ഗ്രാഫ് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇനി ഈ പറഞ്ഞ സെക്കൻഡ് ടേമിന്റെ അകത്ത് രണ്ടും ഇപ്പം നമുക്ക് കയ്യിലുണ്ട്. ഇനി ഈ രണ്ടിനും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് s21 ഉദ്ദേശിക്കുന്നത് -4 ആണ്, മീൻസ് 4 ആണ്. സോ -4ന് നമ്മൾ ഈ ϕ1 ഓഫ് ടി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ s21 ഇൻറ്റു ϕ1 ഓഫ് ടി നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഇതാണ് നമ്മളെ s21 ഇൻറ്റു ϕ1 ഓഫ് ടി അല്ലേ. അതായത് ഈ കാണിച്ചിരിക്കുന്ന ϕ1 ഓഫ് ടീന് നമ്മൾ ഈ പറഞ്ഞ -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക? ഈ മേലെ പോസിറ്റീവ് ആയിട്ട് പോകുന്ന ഗ്രാഫ് നേരെ താഴെ -4ലേക്ക് പോകും. അത് തന്നെയല്ലേ ഈ വരച്ചിരിക്കുന്നത് s21 ഇൻറ്റു ϕ1 ഓഫ് ടി. സോ ഇനി നമുക്ക് ഈ പറഞ്ഞ രണ്ട് ഗ്രാഫും നമുക്ക് കിട്ടി. s2 ഓഫ് ടിന്റെ ഗ്രാഫും കിട്ടി, അതേപോലെ തന്നെ s21 ഇൻറ്റു ϕ1 ഓഫ് ടിന്റെ ഗ്രാഫും കിട്ടി. ഇനി ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മൾ ഇതിനെ ആഡ് ചെയ്യേ വേണ്ടു. അതായത് s2 ഓഫ് ടി മൈനസ് s21 ϕ1 ഓഫ് ടി. എന്നിട്ട് എന്താ വാല്യൂ വരുന്നത്? s2 ഓഫ് ടി പ്ലസ് 4 ϕ1 ഓഫ് ടി. നമുക്കിവിടെ s2 ഓഫ് ടി എന്താ തന്നിട്ടുള്ളത്? s2 ഓഫ് ടി തന്നിട്ടുള്ള റേഞ്ച് ഏതൊക്കെയാ? 0 ടു 2 വരെയാണ് s2 ഓഫ് ടിൻ്റെത് ഉള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ എന്താ മൈനസ് ചെയ്യുന്നത്? 0 ടു 1 വരെയുള്ള റേഞ്ചാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. നോക്കി ഈ രണ്ട് ഗ്രാഫ് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കുക. ഒരു സെക്കൻഡ്. നമ്മൾ s2 ഓഫ് ടിന്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റേഞ്ചിങ് ഇതാണ് 0 ടു 4. നമുക്ക് കിട്ടിയത് s21 ഇൻറ്റു ϕ1 ഓഫ് ടി ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നതാണ്. സോ നമ്മൾ ഇതിൽ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കും? ഈ s2 ഓഫ് ടി, അതായത് ഈ റെഡ് കളർ പോർഷൻ്റെ അകത്തുനിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. എന്താ സബ്ട്രാക്ട് ചെയ്യുന്നത്? നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് ഈ s21 ϕ1 ഓഫ് ടി ആണ്. s21 ϕ1 ഓഫ് ടി ഇവിടുന്ന് മുതൽ എവിടം വരിക? ഈ ഒരു റേഞ്ചാണ്. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന റേഞ്ച് ഏതാ? ഈ യെല്ലോ കളർ പോർഷൻ, വലിയ റെഡ് കളർ മീൻസ് വലിയ വൈറ്റ് കളർ പോർഷൻ അപ്പം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന റേഞ്ച് ഏതാ? 1 ടു 2 അല്ലേ. സോ അത് തന്നെയാണ് ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് g2 ഓഫ് ടി. പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്താ? 1 ടു 2ല് -4. സോ ഇതാണ് നമ്മുടെ g2 ഓഫ് ടി. ഇത് g2 ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ്.
G2 of t എനർജി എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാരണം G2 of t റേഞ്ച് 1 to 2 ആണ്. സോ അതിന്റെ എനർജി E2 എന്നുള്ളത് നമുക്ക് 1 to 2, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ -4 ആണ്. സോ -4 the whole square. സോ 16 പുറത്ത് വന്നു. 16 പുറത്തെടുത്ത് 2 - 1 16 ജൂൾ. അതാണ് അതിന്റെ എനർജി. സോ G2 of t നമുക്ക് by root 16 ചെയ്യാം. That is G2 of t divided by root 16, that is G2 of t divided by 4. അപ്പം 5 എന്താ? ഈ ഗ്രാഫ്, അതായത് ഈ G2 of t ഡിവൈഡഡ് ബൈ 4 ചെയ്യും നമ്മൾ. ഈ G2 of t ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വാല്യൂ വരിക? ഇതല്ലേ നമ്മളെ വാല്യൂ. ഡിവൈഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് 4/4 എന്തായി? 1 ആയി. -4 ഡിവൈഡ് ബൈ 4 -1 ആയി. സോ ഇതാണ് നമ്മളെ 5/2 of t. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് മനസ്സിലായി. നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്ത 5/1 of t എന്ന് പറയുന്നത് ഇതാണ്, 0 to 1. അത് പ്ലസ് വാല്യൂ. ഇനി നെക്സ്റ്റ് നമ്മളിപ്പം കണ്ടുപിടിച്ച 5/2 of t എന്ന് പറഞ്ഞാൽ 1 to 2 ആണ്. 1 to 2 ആണ്. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി 5/1 of t യും 5/2 of t യും ആർ ഓർത്തോഗണൽ നമുക്ക് പ്രൂവ് ചെയ്യാം. 5/1 of t and 5/2 of t are orthogonal since there is no overlapping between them. ഓവർലാപ്പിംഗ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം 0 to 1 വരെ പോസിറ്റീവിലേക്കും 1 to 2 നെഗറ്റീവിലേക്ക് വന്നു. ആ രണ്ട് 5/1 of t യും 5/2 of t യും തമ്മിൽ ഓവർലാപ്പിംഗ് ഇല്ല. അത് നമ്മളിപ്പോൾ 5/1 of t യും 5/2 of t യും കണ്ടുപിടിച്ചത് നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. രണ്ട് 5/1 of t കണ്ടുപിടിച്ചു, 5/2 of t കണ്ടുപിടിച്ചു. ഇത് തമ്മിൽ ഓവർലാപ്പിംഗ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ച്. ഇനി നെക്സ്റ്റ് 5/3 of t കാൽക്കുലേറ്റ് ചെയ്യാം. 5/3 of t കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഒന്നുമില്ല. G3 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഈ പറഞ്ഞ ഇക്വേഷൻ പോലെ S3 of t, പിന്നെ ഇതിന്റെ ജെന്റെ വാല്യൂ 1 മുതൽ 2 വരെ പോകും. കാരണം I - 1 ആണ്. I ഇവിടെ 3 ആണ്. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I - 1 വരെ റേഞ്ച് പോവുക. അപ്പം 3/1 ഉണ്ട്, 3/2 ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ? ഇതിൽ നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ ഈ 5/1 നമുക്കുണ്ട്, 5/2 നമുക്കറിയാം. നമുക്കറിയാത്ത രണ്ട് ടേംസ് ഉള്ളത്. അതായത് ഈ G2 അകത്ത് S3 നമുക്കറിയാം, 5/1 നമുക്കറിയാം, 5/2 നമ്മളിപ്പോൾ പ്ലോട്ട് ചെയ്തു. ഈ 3 ഗ്രാഫ് നമുക്കറിയാം. നമുക്ക് ഈ അറിയാത്ത കോഎഫിഷ്യന്റ് ഏതൊക്കെ? S31 നമുക്കറിയില്ല, S32 അതേപോലെ നമുക്കറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? S31ഉം S32ഉം നമ്മൾ കണ്ടുപിടിക്കണം. S31 കണ്ടുപിടിക്കേണ്ട എന്തൊക്കെ ഗ്രാഫാ കമ്പയർ ചെയ്യണ്ടേ? S3ന്റെ ഗ്രാഫും കമ്പയർ ചെയ്യണം, അതുപോലെ 5/1ന്റെ ഗ്രാഫും കമ്പയർ ചെയ്യാം. അപ്പോൾ S3ന്റെ ഗ്രാഫും 5/1ന്റെ ഗ്രാഫും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മൾ S3. S3ന്റെ റേഞ്ച് 0 to 3 ആണ്, 5/1ന്റെ റേഞ്ച് 0 to 1 ആണ്. അപ്പൊ 0 to 1 ആണ് അവിടെ കോമൺ ആയിട്ട് വരുന്ന റേഞ്ച്. സോ നമ്മൾ എന്ത് എടുക്കും? 0 to 1 ആണ്. സോ S3ന്റെ വാല്യൂ 3 ആണ്, 5/1ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 3 into 1 which is equal to 3 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് S31 3 ആണെന്ന് കിട്ടി. ഇനി S32ന്റെ വാല്യൂ എന്താ? S32ന്റെ വാല്യൂ നമുക്കറിയാം, S3ന്റെ വാല്യൂ റേഞ്ച് പോകുന്നത് 0 to 3 ആണ്. പക്ഷേ 5/2ന്റെ വാല്യൂ പോകുന്നത് എത്രയാ? 1 to 2 ആണ്. അതായത് ഈ ഗ്രാഫ് നോക്കിയാൽ മതി. 5/2ന്റെ വാല്യൂ പോകുന്നത് 1 to 2 ആണ്. S3ന്റെ വാല്യൂ പോകുന്നത് 0 to 3 ആണ്. സോ അവിടെ നമുക്ക് എന്ത് മനസ്സിലായി? 2 to 3 ആണ് കോമൺ റേഞ്ച് നമുക്ക് മനസ്സിലായി. അപ്പം ഇതെടുക്കേണ്ടത് 2 to 3 കോമൺ റേഞ്ച് എടുത്തു. അപ്പം S3ന്റെ വാല്യൂ 2 to 3 3 ആണ്. ആൻഡ് 5/2ന്റെ വാല്യൂ 2 to 3 എത്രയാ? -1 ആണ്. ഈ ഗ്രാഫ് മേലെ ശ്രദ്ധിച്ചാൽ മതി. സോ ഓരോ വാല്യൂ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പ്ലോട്ട് ചെയ്ത് വെച്ച ഗ്രാഫ് ജസ്റ്റ് കമ്പയർ ചെയ്യാം. ഈ ജസ്റ്റ് ഈ വരച്ചു വെച്ച ഗ്രാഫ് കമ്പാരിസൺ മാത്രമേ ഇതിലുള്ളൂ. ബാക്കി കാൽക്കുലേഷനിൽ സിമ്പിൾ ആണ്. സോ ഗ്രാഫ് വരക്കുക, പ്രോപ്പർ ആയിട്ട് സ്കെയിൽ എടുത്ത് ഗ്രാഫ് വരക്കുക, ഇതിന്റെ ഗ്രാഫ് കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ -3 കിട്ടി. S32ന്റെ വാല്യൂ -3 കിട്ടി. ഇനി നമ്മൾ അതായത് ഇവിടെ -3 കിട്ടി. ഇനി നമ്മൾ ഓരോ ഗ്രാഫ് വരക്കാം. S3 of t എന്താന്ന് നോക്കാം. സിമ്പിൾ വേ ആ വരുന്നത്. S3 of t നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞ അതേ S3 of t വരക്കാം. ഇനി S31 5/1 of t വരക്കാം. 5/1 of t നമുക്ക് ഓൾറെഡി പ്ലോട്ട് ചെയ്ത് പോസിറ്റീവ് ആയിട്ട് വരുന്നതാണ്. ഫസ്റ്റ് സ്ലൈഡിലുണ്ട്. അതായത് ഇതിന്റെ അപ്പുറം ഇൻറ്റു 3. കാരണം S31ന്റെ വാല്യൂ എത്ര വന്നേ? എന്താണ്? ഇപ്പൊ ഒരു റേഞ്ച് പറഞ്ഞിട്ടില്ലേ 2 to 3 മാത്രമുള്ള S32ന്റെ? അതെങ്ങനെയാ വന്നേ? അവിടെ 1 to 2 അല്ലേ വരുവാ?
അങ്ങനെ ഇവിടെ നോക്കിയേ, ഈ S3ന്റെ റേഞ്ച് എവിടുന്ന് മുതൽ എവിടം വരെയാ? ക്വസ്റ്റ്യൻ ഈ സ്ലൈഡിൽ നോക്കിയേ, 0 to 3 അല്ലേ? ഈ നെക്സ്റ്റ് ഈ 5Qല് നോക്കിയേ, സോറി ഇത് 2 to 3 ആണ് വരക്കേണ്ടത്. സോറി 1 to 2 ആണ്. 1 to 2 ആണ് ഇവിടെ എടുക്കുന്ന റേഞ്ച്. സ്കെയില് മാറിപ്പോയിട്ടാണ് വരക്കുമ്പോൾ. മിനിറ്റ്. വൺ ടു ടു ആണ് റേഞ്ച് വരിക. കാരണം ഇവിടെ G2ന്റെ വാല്യൂ 1 to 2 ആണ്. എങ്ങനെ വന്നാലും ആൻസർ 3 തന്നെ വരിക. 1 to 2 എടുത്തു കഴിഞ്ഞാലും ആൻസർ -3 തന്നെയല്ലേ വരുന്നേ, അല്ലേ? അപ്പം റോഷ്നി പറഞ്ഞ കറക്റ്റ് ആണ്. ഇവിടെ 1 to 2 ആണ് നമ്മളെ 5Qന്റെ റേഞ്ച്. ശ്രദ്ധിച്ചത് നന്നായി കേട്ടോ. കാരണം G2 റേഞ്ച് വരുന്നത്, G2 എന്ന് പറഞ്ഞാൽ എന്താ? ഈ S2 മൈനസ് ഈ ഒരു പോർഷൻ, അതായത് ഈ യെല്ലോ കളർ പോർഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 1 to 2 ആണ് റേഞ്ച് വരുന്നത്. അപ്പൊ അതിനെ നേരെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ റേഞ്ച് ഒന്നും മാറാൻ പോകുന്നില്ല. അപ്പം 1 to 2 ആണ് ഇവിടുത്തെ റേഞ്ച്. സോ S31 into 5/1 അത് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി S32 into 5/2 എന്ന് പറയുമ്പോൾ 1 to 2 ആ റേഞ്ച് വരുന്നത്. സോ ഈ ഇന്റഗ്രലിൽ എടുക്കാം, ജസ്റ്റ് 1ഉം 2ഉം മാറ്റി കൊടുത്താൽ മാത്രം മതി. 2 to 3 എന്നുള്ളത് 1 to 2 എന്നുള്ളത് മാറ്റി കൊടുത്താൽ മതി. സോ നമുക്കിനിയിപ്പം ഈ പറഞ്ഞ S3 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത്, അത് നമ്മൾ ഗ്രാഫ് ഓൾറെഡി ഉള്ളതാണ്. 3 into 5/1 അതാണ് S31 into 5/1 എന്നുള്ള രീതിയിൽ തന്നെ എടുത്താൽ മതി. അപ്പം 3 into 5/1 ജസ്റ്റ് ഒന്നുമില്ല, ഇതിന്റെ അപ്പുറം ഇൻറ്റു ചെയ്തു. 3നെ ഈ 5/1 അപ്പുറം ഈ 3 ഇൻറ്റു ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് 3 into 5/2 അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ -3 ആണ് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി 5/2 എന്ന് പറയുന്നത് -1 ആണ്, അല്ലേ? അപ്പൊ അതിന്റെ അപ്പുറം -3 ചെയ്യുമ്പോൾ എന്താ? ഗ്രാഫ് നേരെ മേലോട്ടേക്കായി, +3 ആയില്ലേ? -1 into -3 എന്ന് പറഞ്ഞാൽ എന്താ? +3 ആയി. സോ 1 to 2 +3. ഈ 3 ഗ്രാഫും നമ്മൾ വരച്ച് കഴിഞ്ഞു. അതായത് 0 to 3 ഗ്രാഫ് വരച്ചതിന് 1 to 3 S31 5/1 വരച്ചു. അതേപോലെ തന്നെ S32 5/2 വരച്ചു. ഇനി നമ്മൾ പറയേണ്ടത് ഇനി ഈ 3 ഗ്രാഫും കമ്പയർ ചെയ്യാം. ഇതിൽ 0 to 3 വരെ S3 ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 ഗ്രാഫും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ആദ്യത്തെ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 0 to 1 എന്ന് പറഞ്ഞ ഇന്റർവെൽ എടുക്കുക. 0 to 1 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ ഈ S3 വാല്യൂ എത്രയാ? ആരൊക്കെ ഒന്ന് പറഞ്ഞേ. 0 to, ഞാൻ ചോദിച്ചത് മനസ്സിലായോ? 0 to 1 എന്ന് പറഞ്ഞ ഇന്റർവെൽ എല്ലാ ഗ്രാഫിലും ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൽ S3 വാല്യൂ എത്രയാ? 3 അല്ലേ? നമ്മൾ ഈ ഗ്രാഫ് നോക്ക്, ഫസ്റ്റ് ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഇതിൽ 0 to 1 വാല്യൂ എടുത്തു കഴിഞ്ഞാൽ, അല്ലെ 0 to 2 എന്ന് പറഞ്ഞ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എത്ര വാല്യൂ വരിക? 3 അല്ലേ വാല്യൂ? എല്ലാത്തിനും സെയിം അല്ലേ? 0 മുതൽ 3 വരെ വാല്യൂ എത്ര? 3 അല്ലേ? അപ്പൊ 0 to 1 എന്ന് പറഞ്ഞ ഇന്റഗ്രലിൽ S3 വാല്യൂ 3 ആണ്. അതാണ് ഈ ഇരിക്കുന്നത്. ഇനി ഈ നെക്സ്റ്റ് ഗ്രാഫ്, അതായത് ഈ സെക്കൻഡ് ഗ്രാഫിൽ 0 to 1 വരുന്ന വരെയുള്ള വാല്യൂസ് എത്രയാ? 3 തന്നെ. അപ്പം നെക്സ്റ്റ് വാല്യൂ എത്രയാ? ഇവിടെ 3 തന്നെ എഴുതി. അതായത് ഈ G3 ഫോർമുലയാണ്, ഈ മുകളിൽ എഴുതിയ ഫോർമുലയിൽ ഓരോ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒന്നും കൂടി ഇനി നെക്സ്റ്റ് ഗ്രാഫിൽ S32 5/2 0 to 1 വാല്യൂ എത്രയാ? 0 to 1 ആ ഗ്രാഫ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ വാല്യൂ എത്ര? 0 ആയി. അപ്പം G3 എന്ത് ചെയ്യും? 0 to 1 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ G3 വാല്യൂ 0 ആയി. നെക്സ്റ്റ് ഇന്റർവെല്ല് കമ്പയർ ചെയ്യാം. 1 to 2 എന്ന് പറയുന്ന കേസിൽ S3 വാല്യൂ 3 ആണ്. പക്ഷെ 1 to 2 എന്ന് പറഞ്ഞ കേസിൽ സെക്കൻഡ് ഗ്രാഫിലെ വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ 0 ആയി. ആൻഡ് തേർഡ് ഗ്രാഫ് നോക്കുക. തേർഡ് ഗ്രാഫിൽ 1 to 2 എന്ന് പറയുമ്പോൾ വാല്യൂ 3 ആണ്. സോ ഒബ്വിയസ്ലി 3 - 3 0 ആയി. ആൻഡ് നെക്സ്റ്റ് ഇന്റർവെല്ല് നോക്കുക. 2 to 3 എന്ന് പറഞ്ഞ ഇന്റർവെൽ. 2 to 3 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ G3 വാല്യൂ എത്രയാണ്? S3 വാല്യൂ 3 ആണ്. 2 to 3 എന്ന് പറഞ്ഞ ഇന്റർവെൽ ഈ പറഞ്ഞ സെക്കൻഡ് ഗ്രാഫിൽ ഇല്ല. ഈ തേർഡ് ഗ്രാഫിലും 2 to 3 വരെ ഇല്ല. 2 to 3 എന്ന് പറഞ്ഞ ഇന്റർവെൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല.
അതിൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അവിടുത്തെ വാല്യൂ എന്താ 3 മൈനസ് 0 മൈനസ് 0 ദാറ്റ് ഇസ് 3. അപ്പൊ നമുക്ക് മനസ്സിലായി G3 വാല്യൂ ഉള്ളത് 2 to 3 വരെ മാത്രമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രാഫ് ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി വരച്ചതാണ്. നിങ്ങൾ കഴിഞ്ഞ സ്റ്റെപ്പിലെല്ലാം കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം ചെയ്ത പോലെ ചെയ്താലും മതി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന്റെ അകത്ത് ഈ വലിയ ഗ്രാഫിന്റെ അകത്തുനിന്ന്, അതായത് S3 അകത്തുനിന്ന് ഈ രണ്ടെണ്ണം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന G3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ 2 to 3 മാത്രം എക്സിസ്റ്റ് ചെയ്തതാണ്. സോ അതിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 9 കിട്ടി. അതിനാ ഈ G3 ഈ √9 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. G3 വാല്യൂ 3 ആണ്. മീൻസ് 3ലാണ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്. 3/3 ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. സോ 5(1)(t) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 1 വരെയായിരുന്നു റേഞ്ച്. 5(2)(t) എന്ന് പറഞ്ഞാൽ 1 to 2 ആണ്. 5(3)(t) എന്ന് പറഞ്ഞാൽ 2 to 3 ആണ്. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് ഈ 3 ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷന്റെയും റേഞ്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 3 ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഓവർലാപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഓർത്തോഗണലാണെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ മൂന്നിന്റെയും എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ തിരിയും മനസ്സിലാവും 1 ആണ്. എല്ലാത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് പോയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നത് 1ലേക്കാണ് പോകുന്നത്. സോ ആൻഡ് ദേ ഹാവ് യൂണിറ്റ് എനർജി ആൻഡ് ഹെൻസ് ദേ ആർ ഓർത്തോനോർമൽ. അതുകൊണ്ട് നമുക്ക് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയാം. പിന്നെ ഈ പറഞ്ഞ സിഗ്നൽ ബേസിസ് ഫംഗ്ഷൻ നമുക്ക് S1 5(1)(t) ടേംസിൽ എഴുതാൻ പറ്റും. അതായത് S1 എന്ന് പറഞ്ഞാൽ 2 into 5(1)(t) ആണ്. അത് ജസ്റ്റ് നിങ്ങൾ ആ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി. ഈ 5(1)(t) അതായത് ഈ പറഞ്ഞ 5(1)(t) ഇൻറ്റു 2 ചെയ്യുക. അത് എന്നിട്ട് വരച്ചു നോക്കുക. അപ്പൊ അത് S1 ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഈ S2 എന്ന് പറഞ്ഞാൽ -4 5(1)(t) + 4 5(2)(t) ആണ്. ഒന്നുമില്ല, ഇക്വേഷൻ കറക്റ്റ് തന്നെയാവും ചെക്ക് ചെയ്താൽ മതി. ഇത് നമുക്ക് അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഈ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്തിട്ടില്ലേ, മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് സിഗ്നൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ S3 നമുക്ക് 5(1)(t) 5(2)(t) 5(3)(t) ഒരു ലീനിയർ കോമ്പിനേഷനിലാണ് S3 എഴുതിയിട്ടുള്ളത്. സോ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിൽ തന്നിട്ടുള്ള ഓരോ സിഗ്നൽസിനെയും നമുക്കൊരു ഈ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്. അത് ഗ്രാഫ് ജസ്റ്റ് നോക്കി എങ്ങനെ S1 എഴുതാം, എങ്ങനെ S2 എഴുതാം, എങ്ങനെ S3 ഗ്രാഫ് ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇത്രയാണ് ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ. സോ കറക്ഷൻ ജസ്റ്റ് മാർക്ക് ചെയ്യണേ. 2 to 3 എന്നുള്ളത് 1 to 2 ആക്കി മാറ്റണം.